ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈം അഗെയിൻ. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലാകട്ടെ ടി വിയിലാകട്ടെ ന്യൂസിൽ കൂടുതൽ സമയം കേൾക്കുന്നത് കോവിഡ് സർജ്, അതായത് കോവിഡ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നു എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് അതിനെപ്പറ്റി ജാഗ്രതയാണ് വേണ്ടത്, കരുതലാണ് വേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യനായ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഇത് വരാതിരിക്കാൻ ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ മഴ സീസണിൽ കോവിഡ് മാത്രമല്ല, കുട്ടികൾക്ക് പല പല വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻസും കാണാം. അപ്പോൾ നമ്മൾക്ക് കോവിഡ് ആണോ ഇൻഫ്ലുവൻസ വൈറസ് ആണോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്യാതെ പറയാൻ പറ്റുകയില്ല. എന്നാലും എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സിന് സിംറ്റംസ് കൊണ്ട് തന്നെ മിക്കവാറും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എത്രയും വേഗം നമ്മൾ ചികിത്സ തേടേണ്ടതുമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കുട്ടികൾക്ക് കടുത്ത പനി, ചിലപ്പോൾ രണ്ട് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കോവിഡോ ചിലപ്പോൾ ഇൻഫ്ലുവൻസയോ വരാം. അപ്പോൾ ഈ തന്നെത്താൻ പാരസെറ്റമോൾ വാങ്ങിച്ച് കുട്ടികൾക്ക് പണ്ട് കൊടുത്ത മരുന്ന് ഒന്നും കൊടുക്കാതെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, കടുത്ത പനിയും പനി വിട്ടുമാറാതെ 3 ദിവസവും 4 ദിവസമായിട്ടും പനിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്, പെട്ടെന്ന് ശ്വാസം വിടുന്നു, ചുണ്ടുകൾ നഖം തുടങ്ങിയവ നീല നിറമാകുന്നു, കുട്ടി സംസാരിക്കുന്നില്ല, മയങ്ങിക്കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, തുടർച്ചയായിട്ട് ഛർദ്ദിക്കുന്നു, വയറിളകുന്നു, ഒന്നും ചെല്ലുന്നില്ല, എങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. ഇനി വരാതിരിക്കാൻ കോവിഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്നാലും ഈ സീസണിൽ കുട്ടികളെയും കൊണ്ട് കഴിയുന്നതും കുട്ടികൾ മാത്രമല്ല, ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ കാണാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. ചിലർ പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന് പനി വയറിളക്കമൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് ഒരു സാധാരണ കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് കഴിയുന്നതും ആശുപത്രി വിസിറ്റ്സ് ഒഴിവാക്കുക. ഫോണിൽ കൂടെ, ഇപ്പോൾ ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ, ഫോണിൽ കൂടെ സൗഖ്യം തിരക്കുക, എല്ലാ വിവരവും ഫോണിൽ കൂടെ അന്വേഷിക്കുക. കുട്ടികളെയും കൊണ്ട് അത്യാവശ്യമില്ലെങ്കിൽ, കുട്ടിക്ക് അസുഖമാണെങ്കിൽ കൊണ്ടുപോകുന്നതെന്നല്ലാതെ കുട്ടികളെയും കൊണ്ട് ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ കാണാൻ പോവുകയോ ചെയ്യരുത്. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുട്ടികളോട് മാസ്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ, കുറേ സ്കൂളുകളെല്ലാം തുറന്നു കഴിഞ്ഞല്ലോ. മാസ്ക് ഉപയോഗിച്ചാൽ വളരെയധികം ഗുണം ഉണ്ടാകുന്നതായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസിന് മനസ്സിലാക്കുന്നുണ്ട്. മാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അടുത്ത സ്റ്റെപ്പ് കൈ കഴുകലാണ്. കുട്ടികളെ നമ്മൾ കൈ കഴുകുന്നത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് കൗണ്ട് ചെയ്തിട്ട് 20 കൗണ്ട് ചെയ്യുന്നവരെ നമ്മൾ കൈ കഴുകുന്ന കണ്ടാൽ കുട്ടികളും എന്തായാലും കൈ കഴുകിക്കരിക്കുക. അവർക്കതൊരു സന്തോഷമുള്ള കാര്യവുമാണ്. പിന്നെ കഴിയുന്നതും ക്രൗഡുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ഫംഗ്ഷൻ കുട്ടികളെയും കൊണ്ട് പോകാതിരിക്കുക. ഇങ്ങനെ ഒരു കോവിഡ് സർജ് പറയുന്ന സമയമായതുകൊണ്ടും ഫ്ലൂവിൻ്റെ സീസൺ വരുന്നത് കൊണ്ടുമാണ് പറയുന്നത്. കഴിയുന്നതും കുട്ടികളെയും കൊണ്ട് ക്രൗഡഡ് പ്ലേസിൽ പോകാതിരിക്കുക. കൂടുതൽ ഫങ്ഷൻസിന് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഒരിക്കലും ചെയ്യരുതെന്നല്ല പറയുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ നമ്മളുടെ വകതിരിവനുസരിച്ച് പ്രവർത്തിക്കുക. ഏറ്റവും അത്യാവശ്യം, ഞാൻ കോഫ് ഹൈജീൻ എന്ന് പറഞ്ഞ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എല്ലാം കോഫ് ഹൈജീൻ പഠിപ്പിച്ചു കൊടുക്കുക. ഒരിക്കലും കയ്യിലകത്തോട്ട് തുമ്മുകയും ചുമയ്ക്കുകയല്ല, നമ്മൾ എൽബോയിലോട്ട്, നമ്മുടെ മുട്ടിനകത്തേക്ക് തന്നെ തുമ്മാനും ചുമയ്ക്കാനും പഠിപ്പിക്കുക. അപ്പോൾ അവിടെ നിന്ന് അധികം കയ്യിൽ നിന്ന് പറ്റുന്ന പോലെ അണുക്കൾ വേറെ സ്ഥലങ്ങളിൽ പകരുകയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ സീസണിലെങ്കിലും കൊച്ചുകുട്ടികളെ ആവശ്യമില്ലാതെ ഉമ്മ വയ്ക്ക് അല്ലെങ്കിൽ ഉമ്മ കൊടുക്ക് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാതിരിക്കുക. അങ്ങനെ തന്നെ കുറേ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിന് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ക്രോസ് റിയാക്റ്റിംഗ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസ കടുക്കുകയില്ല. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾക്ക് കോവിഡും ഇൻഫ്ലുവൻസയും കൂടെ വരികയാണെങ്കിലും അധികം സീരിയസ് ആകുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോവിഡ് വളരെ മൈൽഡ് ആയിട്ടുള്ളതാണെന്നാണല്ലോ റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമല്ലോ. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് എന്നോട് പറയുമല്ലോ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.